നമ്മളിൽ പലർക്കും അറിയാത്ത മൈസൂർ പാലസിന്റെ ചരിത്രമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ചിലരെങ്കിലും ഇപ്പോഴും അത് ടിപ്പുവിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അഗ്നിക്കിരയായ ശേഷം പുതുക്കി പണിത മൈസൂർ പാലസ്. നിങ്ങൾ ആദ്യമായാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കേരളത്തിന് ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കർണാടകയിലെ മൈസൂർ. കാലങ്ങൾ പഴക്കമുള്ള രാജകൊട്ടാരം മുതൽ പ്രകൃതി ഭംഗിയേറെയുള്ള ഹൊഗനഗൽ വെള്ളച്ചാട്ടം വരെ നിരവധി കാഴ്ചകൾ ഇവിടെ എത്തിയാൽ ആസ്വദിക്കാം. ഇവിടേക്ക് യാത്ര ചെയ്യുന്നവരാരും ഒരിക്കലും വിടാതെ സന്ദർശിക്കുന്ന ഒരിടമാണ് മൈസൂർ പാലസ്. യാത്രകൾക്കിടെ പലരും നിരവധി തവണ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ടാകാം. എന്നാൽ പലർക്കും കൊട്ടാരത്തെക്കുറിച്ച് അധികമൊന്നും അറിയാനിടയില്ല. അത്തരക്കാർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. മൈസൂരു ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിന്റെ കാലത്താണ് മൈസൂരു കൊട്ടാരം നിർമ്മിക്കപ്പെടുന്നത്. അംബാവിലാസ് കൊട്ടാരം എന്നാണിതിനെ പ്രാദേശികമായി അറിയപ്പെടുന്നത്. 14-ാം നൂറ്റാണ്ടിലാണ് വാഡിയാർ രാജവംശം ഇത് നിർമ്മിച്ചത്. എന്നാൽ പിൽക്കാലത്ത് പലതവണ ഇത് ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ഒരിക്കൽ വലിയ അഗ്നിക്കിരയാകുകയും ചെയ്തിരുന്നു. തകർക്കപ്പെട്ടതിനെല്ലാം ശേഷം 1897-ലാണ് നാം ഇന്ന് കാണുന്ന കൊട്ടാരം നിർമ്മിച്ചത്. 1912-ലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഇൻഡോ സാൻസനിക് വാസ്തുവിദ്യ പ്രകാരമാണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണം. ഹിന്ദു, ഇസ്ലാം, രജപുത്ര, ഗോതിക് വാസ്തുവിദ്യകളുടെ സങ്കരരൂപമാണ്. ഇതിനെ ഇൻഡോ സാൻസിക് വാസ്തുവിദ്യ എന്ന് പറയപ്പെടുന്നു. വലിയ ഉദ്യാനത്താൽ ചുറ്റപ്പെട്ട ഇത് 3 നില മന്ദിരമാണ്. ബ്രിട്ടീഷുകാരനായ ഹെൻറി ഇർവിൻ എന്ന വാസ്തുശില്പിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. കൊട്ടാര സമുച്ചയത്തിനകത്താകട്ടെ 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയത് 1953-ൽ പണി കഴിപ്പിച്ചതും. കത്തിയമർന്ന ആദ്യ കൊട്ടാരം. മൈസൂരുവിലെ ആദ്യ കൊട്ടാരം അഗ്നിക്കിരയായ കാര്യം പലർക്കും അറിയില്ലെന്നതാണ് വാസ്തവം. വാഡിയാർ രാജാക്കന്മാർ മൈസൂർ പിടിച്ചെടുക്കുമ്പോൾ കോട്ടയ്ക്കുള്ളിൽ തടി ഉപയോഗിച്ചൊരു കൊട്ടാരം നിർമ്മിച്ചിരുന്നു. പിൽക്കാലത്ത് ഇത് പലതവണ പുതുക്കി പണിതിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ കാണാം. എന്നാൽ കൊട്ടാരത്തിലെ രാജകുമാരിയായിരുന്ന ജയലക്ഷ്മണ മാന്യയുടെ വിവാഹ സമയത്ത് കൊട്ടാരം കത്തി നശിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇർവിനെ കൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള കൊട്ടാരം രൂപകൽപ്പന ചെയ്യിച്ചതും നിർമ്മിക്കപ്പെട്ടതും. വർഷം തോറും കൊട്ടാരം സന്ദർശിക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ. കൊട്ടാരം സന്ദർശിക്കാനെത്തുന്ന ഇന്ത്യക്കാർക്ക് 100 രൂപയാണ് പ്രവേശന നിരക്ക്. എന്നാൽ വിദേശികളിൽ നിന്നും 200 രൂപയാണ് ഈടാക്കുന്നത്. സന്ദർശന സമയത്ത് കൊട്ടാരത്തിനകത്തേക്ക് പാദരക്ഷകൾ അനുവദിക്കുകയില്ല. പ്രവേശന കവാടത്തിന് തൊട്ടരികിൽ സജ്ജീകരിക്കുന്ന കൗണ്ടറുകളിൽ ഇവ സൂക്ഷിക്കാവുന്നതാണ്. കൊട്ടാരത്തിനകത്ത് ഫോട്ടോ എടുക്കുന്നതിനും നിബന്ധനകളുണ്ട്. ചരിത്രത്തെപ്പറ്റി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും താല്പര്യമുള്ളവർക്കും ഏതായാലും ഒരു ഹിസ്റ്റോറിക് ബുക്ക് തന്നെയാണ് മ്യൂസിയം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.